നമസ്കാരം. ഡോക്ടർ സുജിജോണാണ് സംസാരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു യുവാവ് ചുറ്റികയുമായി അവന്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ കൊലപ്പെടുത്തിയ സംഭവം നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. ഈ സംഭവം ഈ വ്യക്തി ഇത് ചെയ്താലും ഈ വ്യക്തിക്ക് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവില്ല. ആ വ്യക്തിക്ക് ആ തെറ്റുകളെ കുറിച്ചുള്ള ഒരു കുറ്റബോധമില്ലായ്മ മൂലം വീണ്ടും വീണ്ടും കൊലകളിലേക്ക് പോകുന്ന മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ബേസിക് ആയിട്ട് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഓർ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് വരാം. ഈ വ്യക്തിക്ക് ഒരു മറ്റൊരാള് വേദനിക്കുന്നത് അല്ലെങ്കിൽ സങ്കടപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റൊരാളുടെ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ, എമ്പതറ്റിക്കായി പെരുമാറാൻ, മനസ്സിലാക്കി പെരുമാറാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പുറമെ ആൾക്കാരോടെല്ലാം നല്ല ഇടപെടലും ചിരിയും പ്രവർത്തനവും മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാണെന്ന് കാണിക്കാനുള്ള ഒരു സ്വഭാവ രീതികളും മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടെൻഡൻസിയും ഉണ്ടാവും. അപ്പൊ ഈ വ്യക്തിയെ മറ്റുള്ളവർ നോക്കുമ്പോൾ കാണുന്നത് എന്തായിരിക്കും? ഇപ്പൊ ഇത്രയും നല്ലൊരു വ്യക്തിയോ, ഈ വ്യക്തിയാണോ ഇത് ചെയ്തത് എന്ന ഒരു ചിന്ത എല്ലാവർക്കും വരാം. പക്ഷെ ഇതിന്റെ എല്ലാം പുറകെ ഈ വ്യക്തിക്ക് വളരെയധികം സ്വഭാവത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രത്യേകമായി മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമാകാം, സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന സ്വഭാവ രീതികളാവാം, സെൽഫിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം, ഞാൻ എനിക്ക് വേണ്ടി മാത്രം എല്ലാ പ്രവർത്തനങ്ങളും അവനവന്റെ സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതാവാം. ആ വ്യക്തിയുടെ ദേഷ്യം വരുന്ന സമയങ്ങളിലുള്ള ആ ഒരു പ്രവർത്തന രീതികളെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കാം. അതുപോലെ തന്നെ ആ വ്യക്തിയുമായി ഇടപെടുന്ന ആ വ്യക്തിക്ക് ഇഷ്ടക്കേട് വരുന്ന ഏതൊരു വ്യക്തിയോടും വൈരാഗ്യമായിരിക്കും. ഈ വൈരാഗ്യം ഉള്ളിലുണ്ടെങ്കിൽ മേബി പുറത്ത് കാണിക്കണമെന്നില്ല. ഈ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുക എന്ന് പറയുന്ന പരിപാടി ഇങ്ങനെ ചെയ്യാം. ഇവരുടെ ദേഷ്യം വരുമ്പോൾ അവർ സ്വന്തമായി അവരുടെ ശരീരത്തിൽ അവർ തന്നെ ഉപദ്രവിക്കുന്നുണ്ടാവാം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടാവാം, ചീത്ത വിളിക്കുന്നുണ്ടാവാം. അവരുടെ എനർജിനെ അവർക്ക് നിയന്ത്രിക്കാൻ മേലാത്ത സാഹചര്യങ്ങളുണ്ടാവാം. ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിലെ പല രീതികൾ കാരണം, സ്വഭാവ രീതികൾ കാരണം ഈ തരത്തിലുള്ള കൊലപാതക പരമ്പരയിലേക്ക് ഇവർ പോകാൻ കാരണമായേക്കാം. അതിനോട് കൂടി ആ വ്യക്തിയിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രൊഡക്ഷന്റെ അളവ് കൂടിയാൽ വേണ്ട ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കുറയുകയും വേണ്ടാത്തതിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരാം. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ കെമിക്കൽസിന്റെ ആ അൺബാലൻസ് വന്നാലും, അസറ്റൈൽ കൊളിൻ എന്ന് പറയും, അതിന്റെ അൺബാലൻസ് വന്നാലും ഇങ്ങനെയുള്ള സ്വഭാവ രീതികളിൽ ചേഞ്ചസ് വരാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന വാക്കിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കും മറ്റുള്ളവർ അവനെ നശിപ്പിക്കാൻ നോക്കുകയാണ്, അവനെതിരെ പാര ചെയ്യാൻ പോവുകയാണ്, അവനെ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടികൾ മറ്റുള്ളവർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇവന്റെ ജീവിതം ഇല്ലാതാക്കാൻ മറ്റുള്ളവർ അതിനുവേണ്ടി ഗൂഢാലോചന ചെയ്യുകയാണ്, എന്റെ മാനം കളയാൻ മറ്റുള്ളവർ പിടിപാറുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ടെന്ന ഒരു വിശ്വാസമായിരിക്കാം കൊലയിലേക്ക് നയിച്ചിരിക്കുന്നത്. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. അതുപോലെ തന്നെ സൈക്കോട്ടിക് സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള സൈക്കോട്ടിക് സിംറ്റംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് വീണ്ടും പറയാം, ഓഡിറ്ററി ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കണ്ണിൽ ചെവി കൂടെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോർമലായ മനുഷ്യര് സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ അവിടെ ഒരു ആളോ വ്യക്തിയോ വസ്തുവോ മൃഗവോ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ആ വ്യക്തിയുടെ ചെവിയിൽ കണ്ടിന്യൂസ് ആയി സംസാരങ്ങൾ കേൾക്കുക, ഒന്നോ രണ്ടോ വ്യക്തികൾ സംസാരിക്കുന്നതായി കേൾക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ സംസാരിക്കുന്നതായി ചെവിയിൽ കേൾക്കുക, അല്ലെങ്കിൽ ഈ ആൾക്കാര് പക്ഷെ അവന്റെ കൂടെ ഉണ്ടായിരിക്കില്ല, നമുക്ക് നോക്കുമ്പോ ആളെ കാണത്തില്ല, പക്ഷെ
ഈ ചെവി കൂടെ അവർ വർത്തമാനം പറയുന്നത് മേ ബി ഒരു ആണിന്റെ സൗണ്ട് ആയിരിക്കാം, പെണ്ണിന്റെ സൗണ്ട് ആയിരിക്കാം, പരിചയമുള്ളവരുടെ ആയിരിക്കാം, പരിചയം ഇല്ലാത്തവരുടെ ആയിരിക്കാം. അവര് പറയുവാണ്, എടാ നീ പോയി കിണറ്റി ചാടാ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി അത് കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവൻ പോയി കിണറ്റി ചാടും. അല്ലെ പോയി നീ അവനെ കൊല്ലുക, അവനെ പണി കൊടുക്കുക, അവനെ ഇല്ലാണ്ടാക്കുക എന്ന ചെവിയിൽ പീരിയഡൈസ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ ആ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരികയും ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകുന്നതുമാകാം. ഇതൊരു കാരണമാണ്. അതുപോലെ തന്നെ MDMA പോലെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് മൂലം, കെമിക്കൽസ് അടങ്ങിയ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് മൂലം നമ്മുടെ തലച്ചോറിൽ എന്തെല്ലാം ഭയാനകമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചിന്തകളായിരിക്കും അവർക്ക് വരിക, അവർ കാണുക, അവർ കേൾക്കുക, അവർ അനുഭവിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങളും കൊണ്ടാണ് ഒരു വ്യക്തി കൊലപാതക പരമ്പരയിലേക്ക് പോകുന്നത്. അതിനായി നമ്മളുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അവഗണിക്കാതെ അവരുടെ വികാരങ്ങളിലും സ്വഭാവങ്ങളിലും ചിന്തകളിലുമുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അവനവന്റെ കൂടെ ജീവിക്കുന്ന ബന്ധുക്കൾക്കോ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മാത്രമേ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വെളിയിലുള്ള വ്യക്തികൾക്ക്, ബന്ധുക്കൾക്ക് പോലും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോ ഈ സ്വഭാവ രീതികൾ ഓരോ വ്യക്തിയിൽ കാണുമ്പോഴും അത് നിസ്സാരമാക്കാതെ അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് ആ ഹോർമോൺസിനെയും കെമിക്കൽസിനെയും അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷനെയോ പേഴ്സണാലിറ്റിയിലെ പ്രശ്നങ്ങളോ എന്തൊക്കെയാണോ അതെല്ലാം പരിഹരിക്കാനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ട്രീറ്റ്മെന്റ് എടുത്ത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. സാമൂഹ്യപരമായും മാനസികപരമായും നല്ല വ്യക്തിത്വമുള്ള, സമൂഹത്തിനും കുടുംബത്തിനും നല്ല വ്യക്തിത്വവും നല്ല പ്രയോജനമുള്ള വ്യക്തികളായി നമുക്ക് ഓരോരുത്തരെയും വളർത്താം. എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സംസാരിക്കുന്നത് ഡോക്ടർ എലിസബത്ത് ജോൺ ആണ്, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ.